Hey, what's up guys? Astu here from Technologics Malayalam. നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിന്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇമേജ് എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ മേളിൽ നമ്മൾ ഓപ്ഷൻസിൽ കാണാൻ പറ്റിയ ഓപ്ഷൻ ആയിരിക്കും HDR എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അത് ലൈറ്റ് റൂം അല്ലെങ്കിൽ സ്നാപ്സീഡ് എടുത്തിട്ട് നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും HDR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് HDR? അപ്പോൾ ഒരു HDR എടുത്ത ഫോട്ടോയും സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയും നമ്മുടെ വ്യത്യാസം എന്താണ്? ഇനി എന്തിനാണ് HDR ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് HDR ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പിക്ചേഴ്സ് എടുക്കാൻ പറ്റുക? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സമയം വേസ്റ്റ് ആക്കാതെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ HDR എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് പറയുന്നത്. ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതൊരു ഇമേജിലെ ഒരു ബ്രൈറ്റസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ ആ ഇമേജിൽ തന്നെ ഒരു ഡാർക്കസ്റ്റ് പാർട്ടും നമ്മളുടെ റേഷ്യോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡൈനാമിക് റേഞ്ചിൻ്റെ അകത്ത് ഇതിലേക്ക് വരും മുമ്പൊക്കെ നമ്മളൊരു വാല്യൂസ് അത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബേസിക്കലി ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിൻ്റെ അകത്തുള്ള ഡാർക്കസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ ബ്രൈറ്റസ്റ്റ് പാർട്ടും നമ്മളുടെ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ HDRലേക്ക് വരാം. HDRലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ HDRന്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്, അതായത് ചില ഭാഗങ്ങളൊന്നും അണ്ടർ എക്സ്പോസ്ഡ് ആണ്, ചില ഭാഗം ഓവർ എക്സ്പോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ കേസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് ബാലൻസ്ഡ് ആണ്, അതായത് ബോത്ത് ഇമേജസിൽ നിന്നുള്ള വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് നമ്മൾ ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിലുള്ളൂ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ഔട്ട്ഡോർ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ കുറേ സ്ഥലത്ത് ഷാഡോസ് ഉണ്ടാവും, ചില സ്ഥലത്ത് സ്കൈൻ്റെ ഭാഗമൊക്കെ ഓവർ ബ്രൈറ്റ്നസ് ആയിരിക്കും, താഴേക്ക് വരുമ്പോൾ ട്രീൻ്റെ ഒക്കെ ഷാഡോ ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മുടെ ഷാഡോ ഒക്കെ ഒന്ന് അണ്ടർ എക്സ്പോസ്ഡ് ഡാർക്കസ്റ്റ് ഭാഗമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഇമേജിൻ്റെ മേളിലേക്ക് മാത്രം ബ്രൈറ്റ്നസ് കൂടിയിരിക്കും, താഴേക്ക് വരുമ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കും. ഇനി വേറെ കേസ് എടുത്ത് നോക്കിയിട്ട് ഫുൾ കുറഞ്ഞിരിക്കും, ചെറിയൊരു ആകാശത്തിൻ്റെ ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഓവർ എക്സ്പോസ് ചെയ്ത് ചില ഭാഗം മാത്രം കുറഞ്ഞിരിക്കും. അപ്പോൾ HDR മോഡ് ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ HDR മോഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നോർമലി ഒരു സ്നാപ്പ് ചെയ്തെടുക്കുന്ന 1 സെക്കൻഡ് ടൈമാണ് എടുക്കുന്നതെങ്കിൽ HDR മോഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റഡി ആയിട്ട് ആ ഫോട്ടോ ആ ഒരു ക്യാമറ അതേപോലെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HDR മോഡിൽ മൾട്ടിപ്പിൾ ഇമേജസ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് തന്നെ നമുക്കിപ്പോൾ ഒരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ എക്സ്പോസ്ഡ് ആയ ഫോട്ടോ എടുക്കാൻ പറ്റും, അണ്ടർ എക്സ്പോസ്ഡ് ആയ ഫോട്ടോ എടുക്കാൻ പറ്റും, ബാലൻസ്ഡ് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യാമറ ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോ എടുക്കും, പിന്നെ ഒരു അണ്ടർ എക്സ്പോസ്ഡ് ഫോട്ടോ എടുക്കും, പിന്നെ ഒരു ബാലൻസ്ഡ് ഫോട്ടോ എടുക്കും. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള നല്ല കോമ്പിനേഷൻ രീതിയിലുള്ള എല്ലാ ഫോട്ടോസും എടുത്തതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്ത് ഈ ഫോട്ടോ ഒരു ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ സോഫ്റ്റ്വെയർ അതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഒറ്റൊരു ഇമേജ് ആക്കിയിട്ട് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു HDR മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർ എക്സ്പോസ്ഡ് ആ ഭാഗത്തുള്ള ഓവർ എക്സ്പോസ്ഡ് ആയ സ്ഥലങ്ങൾ കളയുകയും ഡാർക്ക് ആയത് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അണ്ടർ എക്സ്പോസ്ഡ് ഭാഗം കളയുകയും പിന്നെ ഈ ഒരു നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ആ ഇമേജോട് കമ്പയർ ചെയ്തിട്ട് ഈ രണ്ട് ഇതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫൈനൽ റിസൾട്ടിനെയാണ് HDR എനേബിൾഡ് ഫോട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ബേസിക്കലി HDR മോഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഒരു ഓവർ എക്സ്പോസ്ഡ് ആയ ഫോട്ടോയോ അത് അല്ലെങ്കിൽ ഒരു അണ്ടർ എക്സ്പോസ്ഡ് ആയ ഒരു ഫോട്ടോയോ കിട്ടാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ന്യൂട്രലി ബാലൻസ്ഡ് ആയ ഒരു ഇമേജ് കിട്ടാനാണ് നമ്മൾ HDR മോഡ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഈ എഡിറ്റിങ്ങിൻ്റെ നമുക്ക് ഈ HDR മോഡ് വെച്ച് അതായത് സ്നാപ്സീഡിലോ ലൈറ്റ് റൂമിലുള്ള ഈ HDR മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾവേസ് ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോണിൽ എടുക്കുന്ന സമയത്ത് തന്നെ HDR മോഡ് എനേബിൾ ചെയ്തെടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ HDR മോഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ HDR മോഡ് എടുക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ HDR മോഡ് എടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഇമേജസ് ക്യാമറ എടുത്തതിന് ശേഷം അതെല്ലാം കൂടി പ്രോസസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒറ്റ ഫയലാക്കി തരികയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസ് അവിടെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്ട്രോക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇപ്പോൾ ഒരാൾ നടന്നു പോകുക അല്ലെങ്കിൽ എന്താണ് വിൻഡിൻ്റെ ഡിസ്ട്രാക്ഷൻ കൊണ്ട് ഇലകളൊക്കെ ഭയങ്കരമായിട്ട് ആടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മൂവ്മെന്റ് ഉള്ള ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസ് എടുക്കുന്ന സമയത്ത് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് എന്താണ് HDR മോഡ് ഉപയോഗിക്കരുതെന്നാണ് പറയുക. കാരണം ഈ ഒരു ഇമേജ് നമ്മൾ ഒരു ആദ്യത്തെ ഫോട്ടോയിൽ ഒരാൾ ഇവിടെ ആയിരിക്കുക, പിന്നെ അയാൾ ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒരു ഷാഡോ പോലത്തെ ഒരു എഫക്ട് എന്താ പറയുക, ഇപ്പോൾ ഒരു സ്മഡ്ജ് ചെയ്ത പോലെ ഒരാൾ തന്നെ സ്മഡ്ജ് ചെയ്ത പോലെ ഇങ്ങനെ വലിഞ്ഞെത്തുകയും. അപ്പോൾ HDR മോഡ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഭയങ്കരമായിട്ട് വിവിഡ് കളേഴ്സ് ഉള്ള സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിന് കുറേ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത സമയത്ത് അണ്ടർ എക്സ്പോസ്ഡ് ഫോട്ടോയും ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോയും എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫൈനൽ HDR മോഡിൻ്റെ പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വിവിഡ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു റേഷ്യോ മാറുകയും പിന്നെ ഇതിൻ്റെ കളേഴ്സിൻ്റെ ആ ഒരു ആക്യുറസി മാറുകയും ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടും ചിലപ്പോൾ ഒട്ടും കൊള്ളാത്ത ഓവർ സാച്ചുറേറ്റഡോ അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ HDR ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് HDR എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയ
ഫോട്ടോ അല്ലെങ്കിൽ അണ്ടർ എക്സ്പോസ്ഡ് ആയ ഫോട്ടോ മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഔട്ട്ഡോർ കണ്ടീഷനിലോ ഇൻഡോർ കണ്ടീഷനിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് HDR മോഡ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി HDR മോഡ് ഇല്ലാതെ ഒരു ഫോട്ടോ എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അത് ലൈറ്റ് റൂമോ സ്നാപ്സീഡോ പോലത്തെ ആപ്സ് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതൊരു HDR മോഡിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീണ്ടും കാണാം.